Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമ്മിന് വരുന്ന ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന കോമൺ പേപ്പറിലെ മൂന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത് പ്രൊഡക്റ്റീവ് ഓർ ആക്റ്റീവ് സ്കിൽസ് എന്നാണ് മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. ആ മൂന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ സ്പീക്കിംഗ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. അപ്പോൾ ആ ഒന്നാമത്തെ ചാപ്റ്റർ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ സ്പീക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ യൂണിറ്റിൽ പറയുന്നത് സ്പീച്ചിനെ കുറിച്ചാണ്, പ്രസംഗത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് സ്പീച്ചസ് അക്കോർഡിംഗ് ടു ഡെലിവറി? ഡെലിവറി അനുസരിച്ച് ഏതൊക്കെ തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്? ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രസംഗിക്കുക എന്നുള്ളതാണ് ഡെലിവറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രസംഗം എന്ന് പറയുമ്പോൾ ഡെലിവറിയുടെ അടിസ്ഥാനത്തിലും ഒക്കേഷൻ്റെ അടിസ്ഥാനത്തിലും പർപ്പസിൻ്റെ അടിസ്ഥാനത്തിലും മൂന്ന് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട്. ഒന്നാമത്തേത് പർപ്പസ്, ഉദ്ദേശം, എന്തിനു വേണ്ടി പ്രസംഗിക്കുന്നു, എൻ്റർടൈൻമെൻ്റ് ആണോ ഇൻഫോർമേഷൻ ആണോ. അതുപോലെ തന്നെ ഡെലിവറി, അതായത് ആ ഒരു സംസാരിക്കുന്നതിൻ്റെ രീതി ഡെലിവറി. അതുപോലെ തന്നെ ഒക്കേഷൻ, എവിടെ സംസാരിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തേത് ഡെലിവറി, എങ്ങനെയാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ഒക്കേഷൻ, ഏത് വേദിയിലാണ്. മൂന്നാമത് പറയുന്നത് പർപ്പസ്, എന്തിനു വേണ്ടി സംസാരിക്കുന്നു. ഈ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി മൂന്ന് തരത്തിൽ നമ്മൾ സംസാരം സ്പീച്ച് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെലിവറിയെ, അതായത് എങ്ങനെ സംസാരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗത്തെ എത്രയായിട്ട് തരം തിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസംഗത്തെ 4ആയി തിരിച്ചിട്ടുണ്ട്. ആ 4 ചെറിയൊരു എക്സ്പ്ലനേഷൻ നൽകിയിട്ട് ഞാൻ പറയുകയാണ്. There are different types of speeches. പല തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്. They all follow the same speech format. അവയെല്ലാം ഫോളോ ചെയ്യുന്നത്, എല്ലാ പ്രസംഗത്തിൻ്റെയും ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒന്നാണ്. ബട്ട് സെർവ് ഡിഫറെൻറ്റ് പർപ്പസസ്. എന്നാൽ പല പ്രസംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഫോർമാറ്റ് ഒന്നാണെങ്കിലും ലക്ഷ്യങ്ങൾ പലതാണ്, പർപ്പസ് ഡിഫറെൻ്റ് ആണ്. ദ പ്രൈമറി പർപ്പസ് ഈസ് ടു ഡെലിവർ എ മെസ്സേജ് ടു ദ ഓഡിയൻസ്. മിക്കവാറും പ്രസംഗം എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് മെസ്സേജ് നൽകുക എന്നുള്ളതാണ്. എ സ്പീക്കർ ഷുഡ് ഫോളോ എ മെത്തേഡ് അപ്രോപ്രിയേറ്റ് ടു എ പെർട്ടിക്കുലർ മെസ്സേജ്. ഒരു പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന ആള് അയാൾ ആ പ്രസംഗത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മെത്തേഡ് അയാൾ ഫോളോ ചെയ്യണം. അപ്പോൾ എല്ലാ പ്രസംഗത്തിൻ്റെയും മെത്തേഡ് ഒരേ ശൈലിയല്ല, ഒരുപോലെയല്ല. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ പ്രസംഗങ്ങളും അതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു തരും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഒരു സ്റ്റൈലാണ്, അതായത് പ്രസംഗത്തിൻ്റെ ഡെലിവറി, എങ്ങനെ പ്രസംഗിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ്. ഇംപ്രോംപ്റ്റു സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം കേട്ടോ. ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കാം. ആൻഡ് ഇംപ്രോംപ്റ്റു സ്പീച്ച്, ഒരു ഇംപ്രോംപ്റ്റു സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സ്പീച്ച്, പേരിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അതൊരു പ്രസംഗമാണ്. ദാറ്റ് ഈസ് പ്രസന്റഡ് ടു ദ ഓഡിയൻസ് വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ ഇൻ അഡ്വാൻസ്. അതായത് യാതൊരു തയ്യാറെടുപ്പും മുൻകൂട്ടി ചെയ്യാതെ, ഒരു പ്രിപ്പറേഷനും കൂടാതെ നേരെ സ്റ്റേജിൽ വന്ന് കയറുക, അങ്ങോട്ട് പ്രസംഗിക്കാം. ഇത്തരത്തിലുള്ള ഒരു പ്രസംഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇംപ്രോംപ്റ്റു സ്പീക്കിംഗ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇംപ്രോംപ്റ്റു സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ കരുതിയിട്ടുണ്ടാകുന്നത് എന്ത് ബുദ്ധിമുട്ടുള്ള സാധനമാണെന്ന്. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. These kinds of speeches are spontaneously crafted. ഇനി ഈ പ്രസംഗം, ഇത്തരം പ്രസംഗങ്ങൾ സ്പോണ്ടേനിയസ്ലി ക്രാഫ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രസംഗിക്കുന്ന ആൾ പ്രസംഗിക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ആ ഒരു ഒഴുക്കിൽ അങ്ങനെ പറഞ്ഞു പോവുക ചെയ്യാം.
അതാണ് സ്പോണ്ടേനിയസ്ലി ക്രാഫ്റ്റഡ്, ആ ഒരു ഒഴുക്ക്. കാരണം അയാൾ സ്റ്റേജിൽ കയറും, പറഞ്ഞു തുടങ്ങും, ആ ഒരു ഒഴുക്കിൽ അയാൾ അങ്ങനെ എന്തു ചെയ്യും, അതങ്ങനെ ക്രാഫ്റ്റ് ചെയ്യും, അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞു പോകും. ഇനി ഇത് എല്ലാ ആൾക്കാർക്കും പറ്റുണ്ടാവില്ല, ചില ആളുകൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ചലഞ്ചിങ് ഫോർ മെനി പീപ്പിൾ. ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളിയായിരിക്കും. അതായത് നമുക്ക് മുൻകൂട്ടിയിട്ട് സമയം തരാതെ പെട്ടെന്ന് വിഷയം തന്നിട്ട് പ്രസംഗിച്ചോ എന്ന് പറഞ്ഞാൽ അപ്പം കയറി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പ്, പ്രസംഗത്തിന്റെ ഡെലിവറി രീതിയെ അനുസരിച്ച് രണ്ടാമത്തെ ടൈപ്പ് എക്സംപൊറേനിയസ് സ്പീക്കിംഗ് എന്നുള്ളതാണ്. എക്സംപൊറേനിയസ്, ഒന്നിലും നിങ്ങൾ പേര് കേട്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. എക്സംപൊറേനിയസ് സ്പീക്കിംഗ്, ഈ പേര് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക, ഒക്കെ സിമ്പിളാണ്. അപ്പൊ നോക്കുക, എക്സംപൊറേനിയസ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ദ സ്പീക്കർ ഹാസ്, നേരത്തെ ഇതിന്റെ നേരെ വിപരീതമാണ്. സ്പീക്കർ ഹാസ് കെയർഫുള്ളി പ്രിപ്പയർഡ് ആൻഡ് പ്ലാൻഡ് ഹിസ് സ്പീച്ച്. ഇവിടെ ഒരു സ്പീക്കർ ഇന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നലെ തന്നെ വളരെ ശ്രദ്ധിച്ച് അയാൾ സംസാരിക്കേണ്ട പ്രസംഗമെല്ലാം പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് വെക്കുന്നു, ഒക്കെ സെറ്റാക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ആൾസോ ഡെലിവേർഡ് വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് എനി നോട്ട്സ് ഓർ ടെക്സ്റ്റ്. പക്ഷേ ഇയാൾ പ്രസംഗിക്കാൻ വരുന്നത് അല്ലെങ്കിൽ ഇയാൾ പ്രസംഗിക്കുന്നത് കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണെന്ന് വെച്ച് ഒരു പുസ്തകവുമായിട്ടോ ഒരു നോട്ടുമായിട്ടോ ഒരു ടെക്സ്റ്റിൽ എഴുതി കൊടുത്തിട്ടൊന്നും അല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആള് സ്വന്തമായിട്ട് അപ്പം ഉണ്ടാക്കി സംസാരിക്കൂലേ, ആ രീതിയിൽ തന്നെയാണ് ഇയാൾ സംസാരിക്കുക. പക്ഷെ ഇയാൾ എന്തായിരിക്കും, വെൽ പ്ലാൻഡ് ആയിരിക്കും, വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ വിത്തൗട്ട് എനി നോട്ട് ഓർ ടെക്സ്റ്റ്, എന്തെങ്കിലും നോട്ടിൽ നോക്കിയിട്ടോ ടെക്സ്റ്റിൽ നോക്കിയിട്ടോ അല്ല സംസാരിക്കാം. ആള് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും, വെൽ പ്ലാൻഡ് ആയിരിക്കും. അപ്പൊ ഇയാള് ഓർമ്മയിൽ നിന്നും എടുത്ത് സംസാരിക്കാതിരിക്കണം. മൂന്നാമത്തേത് മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കോളൂ. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പീക്കർ ഡെലിവേഴ്സ്, പ്രസംഗിക്കുന്ന ആള് പ്രസംഗിക്കുന്നു. ദ സ്പീച്ച് വിത്ത് അസിസ്റ്റൻസ് ഓഫ് എ മാനുസ്ക്രിപ്റ്റ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എഴുതി ഉണ്ടാക്കുക. അതായത് ചില മുഖ്യമന്ത്രിമാരും ചിലപ്പോൾ പ്രധാനമന്ത്രിയൊക്കെ എഴുതിയത് നോക്കി വായിക്കൂലേ, അങ്ങനെ എഴുതി കൊണ്ടുവരുന്നതിനാണ് എന്ത് പറയാ, മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എഴുതി കൊണ്ടുവന്നിട്ട് സ്പീക്കർ അത് നോക്കി പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹെൽപ്പോട് കൂടി പ്രസംഗിക്കുന്നു. അതാണ് എന്ത്, മാനുസ്ക്രിപ്റ്റ് സ്പീക്കിംഗ്. ദ സ്പീക്കർ പേസ് ഹിസ് കംപ്ലീറ്റ് അറ്റൻഷൻ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സ്പീക്കറുടെ ശ്രദ്ധ മുഴുവൻ എവിടേക്കാരും ഓൺ ദ പേജ് വൈൽ ഡെലിവറിങ് ദിസ് കൈൻഡ് ഓഫ് സ്പീച്ച്. ഇത്തരത്തിലുള്ളൊരു സ്പീച്ച് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധ മുഴുവൻ ആ എഴുതി കൊണ്ടുവന്ന പേജിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ആൻ ഇഫക്റ്റീവ് ടൈപ്പ് ഓഫ് സ്പീക്കിംഗ്. ഇതൊരു ഫലപ്രദമായ സംസാര ശൈലിയല്ല. ഫലപ്രദമായ സംസാര ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി വായിക്കലല്ല, നമ്മൾ ഓഡിയൻസിനെ നോക്കി പറയണം. ഇനി അടുത്തത് മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് ആണ്. എന്താണ് മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തേത് അല്ലെ, ലാസ്റ്റ് വൺ കേട്ടോ. മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് റെഫേഴ്സ്, മെമ്മറൈസ്ഡ് സ്പീക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെലിവറിങ് എ സ്പീച്ച്, പ്രസംഗിക്കാം, ഓർ പ്രസന്റേഷൻ. അതായത് ഒന്നുകിൽ ഒരു പ്രസംഗം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ, എന്തായിക്കോട്ടെ, പാട്ടോ എന്തായിക്കോട്ടെ, ബൈ റിസൈറ്റിംഗ് ദ എൻറ്റയർ ടെക്സ്റ്റ് ഫ്രം മെമ്മറി. പ്രസംഗിക്കുകയാണെങ്കിലും പാട്ട് പാടുകയാണെങ്കിലും അത് മുഴുവൻ ഓർമ്മയെന്ന്, ഒരു കാര്യം പോലും നോക്കി വായിക്കൂല, ഫുള്ള് കാണാതെ മൈൻഡിൽ പ്ലാൻ ചെയ്തിട്ട് മനസ്സിൽ സെറ്റ് ചെയ്ത് വന്ന് മനസ്സെന്ന് പറയാം. ഇറ്റ് അലോസ് സ്പീക്കേഴ്സ് ടു മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് വിത്ത് ദ ഓഡിയൻസ്. ഇതിന്റെ പ്രത്യേകത എന്താ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർക്ക് ഓഡിയൻസുമായിട്ട് ഐ കോണ്ടാക്ട് എന്ന് വെച്ചാൽ നോക്കി വായിക്കല്ലോ, മനസ്സെന്നല്ലേ, അതുകൊണ്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മെമ്മറൈസിങ് എ സ്പീച്ച് ക്യാൻ ബൂസ്റ്റ് സ്പീക്കേഴ്സ് കോൺഫിഡൻസ്. ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ ഒരു പ്രസംഗമാണെങ്കിലും എന്തൊരു പ്രസന്റേഷൻ ആണെങ്കിലും ശരി, അത് മെമ്മറൈസ് ചെയ്തിട്ട്, കാരണം അത് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് മൈൻഡിൽ നിന്ന് എടുത്ത് സംസാരിക്കാം.
അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ സ്പീക്കറുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, വർദ്ധിക്കും. കാരണം അത് ആത്മവിശ്വാസം കിട്ടും, പറയേണ്ടതൊക്കെ മൈൻഡിലുണ്ട്. അല്ലാതെ പറയാൻ കയറുമ്പോൾ ഞാനിപ്പോൾ എന്താ പറയാന്നുള്ള ടെൻഷനില്ല. ഇത്രയാണ് ഡെലിവറിയെ ബേസ് ചെയ്തുള്ള സ്പീച്ചിൻ്റെ ടൈപ്പുകൾ. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു ദ പർപ്പസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. പർപ്പസ് അനുസരിച്ച്, ഉദ്ദേശം അനുസരിച്ചുള്ള പലതരം പ്രസംഗങ്ങൾ. ഉദ്ദേശം അനുസരിച്ച് ഏതെല്ലാം തരത്തിലുള്ള പ്രസംഗങ്ങളുണ്ട്, പർപ്പസ് നോക്കിയിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരൊറ്റ വീഡിയോയിൽ ക്ലാസ് കഴിയണം. അപ്പോൾ നോക്കൂ, എവരി സ്പീച്ച് ഹാസ് എ പർട്ടിക്കുലർ പർപ്പസ് ഓർ ഫങ്ഷൻ. ഏതൊരു പ്രസംഗത്തിനും നിശ്ചിതമായ ഉദ്ദേശം ഉണ്ടാവും. ഒരാളും വെറുതെ പ്രസംഗിക്കൂല. സച്ചാസ് ഏതുപോലെ, ഒന്നുകിൽ പ്രൊവൈഡ് പ്ലഷർ ഓർ അമ്യൂസ്മെന്റ്, ഒന്നുകിൽ എന്തായിരിക്കും വിനോദം അല്ലെങ്കിൽ സന്തോഷം നൽകുക, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടു ദ ഓഡിയൻസ്. അപ്പൊ എന്തായിരിക്കാം, ഒന്നുകിൽ ഓഡിയൻസിന് ഇൻഫോർമേഷൻ നൽകുക, അല്ലെങ്കിൽ ഓഡിയൻസിന് പ്ലഷർ അല്ലെങ്കിൽ എൻജോയ്മെന്റ്, സന്തോഷം അല്ലെങ്കിൽ അമ്യൂസ്മെന്റ്, വിനോദം നൽകാം. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പർപ്പസ് എല്ലാ പ്രസംഗത്തിനും ഉണ്ടാവും. ബേസ്ഡ് ഓൺ പർപ്പസ് there are 4 kinds of speeches. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പർപ്പസിനെ അടിസ്ഥാനമാക്കിയിട്ടും 4 തരം പ്രസംഗങ്ങളുണ്ട്. ഒന്നാമത്തേത് പെർസ്യൂസീവ് സ്പീച്ച് ആണ്. പെർസ്യൂസീവ് സ്പീച്ച്. ഇൻ പെർസ്യൂസീവ് സ്പീച്ച് ദ സ്പീക്കർ ട്രൈസ്. ഒരു പെർസ്യൂസീവ് സ്പീച്ച് എന്ന് പറയുമ്പോൾ അതിലെ സ്പീക്കർ ട്രൈസ് ടു പെർസ്വേഡ് ഓർ കൺവിൻസ് ദ ഓഡിയൻസ് വിത്ത് ഹിസ് പേഴ്സണൽ ബിലീഫ്സ്. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പേഴ്സണൽ ബിലീഫ്, അയാളുടെ വ്യക്തിപരമായ വിശ്വാസം എന്താണോ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം കേൾക്കുന്ന ഓഡിയൻസിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. അതാണ് പെർസ്യൂസീവ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ. പെർസ്യൂസീവ് എന്ന വാക്കിനർത്ഥം പ്രേരിപ്പിക്കാനാണ്. ദ സ്പീക്കർ ട്രൈസ്. ഇത്തരം പ്രസംഗത്തിൽ ഒരു സ്പീക്കർ ശ്രമിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു ചേഞ്ച് ദി ഓഡിയൻസ് ബിലീഫ്സ്. ഓഡിയൻസിന്റെ മനസ്സിലുള്ള വിശ്വാസങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കും. വാല്യൂസ് ഓർ വ്യൂസ് ഓൺ എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ഒരു പ്രത്യേക വിഷയം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഓഡിയൻസിന്റെ മനസ്സിലുള്ള വ്യൂസ്, കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ വാല്യൂസ്, അല്ലെങ്കിൽ അവരുടെ ബിലീഫ് എന്താണോ, വിശ്വാസം എന്താണോ അത് മാറ്റാൻ സ്പീക്കർ കിണഞ്ഞു പരിശ്രമിക്കും. ദിസ് ടൈപ്പ് ഓഫ് സ്പീച്ച് ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട്. ഈ പ്രസംഗമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രസംഗം. എന്താ കാര്യം? ഏതുപോലെ? രാഷ്ട്രീയ പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിക്കുന്ന പോലെ. അതായത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥി പ്രസംഗിക്കുമ്പോൾ അയാളെ പ്രസംഗം വിജയിക്കണമെങ്കിൽ കേൾക്കുന്ന ആളുകൾ വോട്ട് ചെയ്യാം എന്ന തീരുമാനം എടുക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പെർസ്യൂസീവ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ള പ്രസംഗമാണ്. എന്താ കാരണം? ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു കൺവിൻസ് പീപ്പിൾ ബൈ ചേഞ്ചിങ് ദെയർ പെർസ്പെക്റ്റീവ്. ആളുകളുടെ ധാരണ, ആളുകളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയിട്ട് അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ചിന്തകളിൽ നമ്മളുടെ ചിന്തകളെ അവരുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. പക്ഷേ ഈ പ്രസംഗത്തിൻ്റെ ഉദ്ദേശവും അതാണ്. അതുകൊണ്ട് ഇത്തരം പ്രസംഗം എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഫോർമാറ്റീവ് സ്പീച്ചാണ്. ഇൻഫോർമാറ്റീവ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പീച്ച് ഇൻ വിച്ച്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ദ സ്പീക്കർ ട്രൈസ് ടു ഇൻഫോം ദ ഓഡിയൻസ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. ഈ പ്രസംഗത്തിൽ സ്പീക്കർ ഓഡിയൻസിനെ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാൻ ശ്രമിക്കും. സ്പീക്കർ ട്രൈസ് ടു ഇൻഫോം ദ ഓഡിയൻസ്, ഓഡിയൻസിനെ ഇൻഫോം ചെയ്യാണ് എ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അബൌട്ട് എ പെർട്ടിക്കുലർ റീജിയൻ, ഏതെങ്കിലും ഒരു പ്രദേശത്തെ കുറിച്ചോ പേഴ്സണെ കുറിച്ചോ പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചോ, അവ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇത്തരം ഒരു പ്രസംഗത്തിലൂടെ സ്പീക്കർ
ഓഡിയൻസിനെ അറിയിക്കാൻ ശ്രമിക്കുന്നു. ബൈ നറേറ്റിംഗ് ഓർ ഡിസ്ക്രൈബിങ്. എന്ത് കാര്യമാണോ അറിയിക്കാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യത്തെ ഒന്നുകിൽ നറേറ്റ് ചെയ്യും, ആ പ്രസംഗത്തിൽ അയാൾ വിവരിച്ച് കാണിക്കും, അല്ലെങ്കിൽ വിശദീകരിച്ച് കാണിക്കും, ഡിസ്ക്രൈബ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യത്തെ, ഒരു നിശ്ചിതമായ സബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ഒരു വിഷയത്തെ, ഒരു ഇൻഫോർമേഷൻ ഓഡിയൻസിന് നൽകുക. അതാണ് ഇൻഫോർമാറ്റീവ് സ്പീച്ച്. മൂന്നാമത്തേത് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ചാണ്. ഡെമോൺസ്ട്രേറ്റീവ്, ഡെമോ ചെയ്യാം, ഒരു കാര്യം എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുക, അതാണ് ഡെമോ ചെയ്യാം. ഈ ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്, ഒരു ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് എന്താണ്? ഒരു ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ്സ് എ സ്പെസിഫിക് ആക്ഷൻ, ഒരു പ്രത്യേക പ്രവൃത്തി, സ്പെസിഫിക് ആക്ഷൻ, ഒരു പ്രത്യേക പ്രവൃത്തി എങ്ങനെ നടക്കുന്നു. എന്തെങ്കിലും ഒരു കാരണം, ഒരു ഉപകരണം വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കുന്നതോ, ഒരു സ്പെസിഫിക് ആക്ഷൻ, ഒരു പ്രത്യേക പ്രവൃത്തി, അത് എങ്ങനെ നടക്കുന്നുവെന്ന് ഡെമോ കാണിച്ചു കൊടുക്കുന്ന പ്രസംഗമാണ് ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച്. എ ഡെമോൺസ്ട്രേറ്റീവ് സ്പീച്ച് ഫോക്കസസ്, ഇത്തരം ഒരു സ്പീച്ച് ഫോക്കസ് ചെയ്യുന്നത് ഓൺ ദി പെർഫോമൻസ് ഓർ ആക്ഷൻ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു വസ്തു, ആ വസ്തുവിൻ്റെ ആക്ഷൻ എങ്ങനെ നടക്കുന്നു അത് കാണിച്ചു കൊടുക്കുന്ന പ്രസംഗമായിരിക്കും. ഫോക്കസ് ചെയ്യുന്നത് പെർഫോമൻസ് ഓർ ആക്ഷൻ ഓഫ് സംതിങ്. നാലാമത്തെ ടൈപ്പ് പ്രസംഗം എന്ന് പറയുന്നത് എൻ്റർടൈനിങ് ആണ്. ആളുകളെ, ഓഡിയൻസിനെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രസംഗം. എൻ്റർടൈനിങ് സ്പീച്ചസ് ആർ മെൻറ്റ് ഫോർ എൻ്റർടൈനിങ് ദ ഓഡിയൻസ്, ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാം, അതിനുവേണ്ടി നടത്തുന്ന പ്രസംഗങ്ങളാണ് എൻ്റർടൈനിങ് സ്പീച്ചസ്. പ്രൊവൈഡിങ് പ്ലഷർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഈസ് ദ മേജർ പർപ്പസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് സ്പീച്ച്. ഇത്തരത്തിലുള്ള പ്രസംഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് പ്ലഷർ, സന്തോഷം നൽകുക, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്, ആളുകൾക്ക് വിനോദവും നൽകുക. ഇനി മൂന്നാമത്തേത്, അപ്പം നമ്മൾ ഇത്രയും 4 ടൈപ്പ് ഇപ്പോൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്? പർപ്പസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. സന്ദർഭത്തെ, ഒക്കേഷനെ ബേസ് ചെയ്തിട്ട് ഏത് സാഹചര്യം, എപ്പോൾ, എവിടെ പ്രസംഗിക്കുന്നു, ഇതാണ് ഒക്കേഷൻ. അപ്പോൾ ഒക്കേഷനെ ബേസ് ചെയ്തിട്ട് ഏതെല്ലാം തരം പ്രസംഗമുണ്ട്? അപ്പോൾ ഇത് കുറച്ചുണ്ട്, 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തേത്, ഇപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരൊറ്റ വീഡിയോയിൽ ഈ ഒരു യൂണിറ്റ് നമുക്ക് ഉൾക്കൊള്ളിക്കണം കേട്ടോ. ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, ടൈപ്സ് ഓഫ് സ്പീച്ച് അക്കോർഡിംഗ് ടു സ്പെഷ്യൽ ഒക്കേഷൻ. ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ് ഈസ്, ഈ ഒക്കേഷൻ സ്പീച്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു എൻ്റർടൈൻ ദ ഓഡിയൻസ് ഓർ ടു കമ്മെമ്മൊറേറ്റ് എ ഇവൻറ്റ്. എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ്, ഒരു സംഭവത്തെ ഓർമ്മിക്കുക, അല്ലെങ്കിൽ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പർപ്പസാണ് ഉള്ളത്. ഒന്നുകിൽ ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്, ഒരു സംഭവം ഓർക്കുക. അപ്പോൾ ഒരു ഇവൻറ്റ്, ഒരു സംഭവത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും, അതാണ് എന്ത്? ഒക്കേഷൻ, സന്ദർഭം. അപ്പോൾ ആ സന്ദർഭം ഓർക്കാൻ വേണ്ടി നടത്തുന്ന പ്രസംഗം, അതാണ് എന്ത്? സ്പെഷ്യൽ ഒക്കേഷൻ. ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ്. ദേ ആർ പ്രിപ്പയർഡ്, ഇത്തരം പ്രസംഗങ്ങൾ തയ്യാറാക്കുന്നത് ടു സ്യൂട്ട് എ സ്പെഷ്യൽ ഒക്കേഷൻ. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവും, ഒരു സന്ദർഭം ഉണ്ടാവും, ആ സന്ദർഭത്തിന് അനുയോജ്യമായ തരത്തിലായിരിക്കും ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ പ്രസംഗം തയ്യാറാക്കുക. അതുപോലെ തന്നെ ആൻഡ് നോ ഫിക്സ്ഡ് ഫോർമാറ്റ് ഈസ് അവൈലബിൾ ഫോർ ദം. അപ്പോൾ ഇത്തരം പ്രസംഗങ്ങൾക്ക് ഒരു നിശ്ചിതമായ ഫോർമാറ്റ് ഒന്നും ലഭ്യമല്ല. ഇവർ ഒറ്റ കാര്യം നോക്കുന്നുള്ളൂ, ഏത് സാഹചര്യത്തിൽ പ്രസംഗിക്കുന്നു.
അതായത് ഒരു മരണപ്പെട്ട വീട്ടിലാണോ പ്രസംഗിക്കുന്നത്, അതല്ല ഒരു വിവാഹമുള്ള വീട്ടിലാണോ പ്രസംഗിക്കുന്നത്, സ്ഥാപനത്തിൽ പുതുതായിട്ട് ഒരാൾ ജോലിക്ക് വന്ന ദിവസമാണോ, അതല്ല സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ദിവസമാണോ, ഇത്തരത്തിൽ ഒക്കേഷൻ മാത്രം, അതായത് ഏത് സന്ദർഭത്തിലാണോ സംസാരിക്കുന്നത് ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം. ആ ഒരു കാര്യം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രസംഗത്തിൽ ശ്രദ്ധിക്കുന്നത്. There are 8 common types of special occasion speeches. അതായത് ഈ സ്പെഷ്യൽ ഒക്കേഷൻ സ്പീച്ചസ്, ഇത്തരം പ്രസംഗങ്ങൾ 8 ഉണ്ട്. അതായത് 8 സന്ദർഭങ്ങളിൽ പ്രസംഗിക്കുന്ന പ്രസംഗം. ഇതിൽ ഒന്നാമത്തേത് 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും കുറച്ച് മാത്രമാണ് ഓരോന്നിനെ കുറിച്ചും പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ പേരുകളും ജസ്റ്റ് എന്താന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഒന്നാമത്തേത് ഇൻട്രൊഡക്ഷൻ പ്രസംഗമാണ്. Introduction speeches are prepared to introduce a speaker who is going to deliver a speech. അതായത് ഒരു പ്രസംഗം പ്രസംഗിക്കാൻ പോകുന്ന വ്യക്തി, ഒരാൾ പ്രസംഗിക്കാണ്, അയാൾ പ്രസംഗിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രസംഗം, അതിനാണ് ഇൻട്രൊഡക്ടറി സ്പീച്ച് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് എന്ന് പറയാം. ഇൻട്രൊഡക്ടറി സ്പീച്ച് ആർ പ്രിപ്പയർഡ് ടു ഇൻട്രൊഡ്യൂസ് എ സ്പീക്കർ. അപ്പോൾ സ്പീക്കറിനെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പൊ എന്നെ ഒരു സ്ഥലത്തേക്ക് പ്രസംഗിക്കാൻ വിളിച്ചു എന്ന് വെക്കാം. ഞാൻ പ്രസംഗിക്കുന്നതിന് മുൻപ് ഒരാൾ എന്നെ കുറിച്ച് 2 വാക്ക് പറയാം. അപ്പൊ ബൈ ദിസ്, ഇത്തരം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു 2 വാക്ക് സംസാരിക്കുന്നതിലൂടെ ദ അറ്റൻഷൻ ഓഫ് ദി ഓഡിയൻസ് ഈസ് ഇൻവൈറ്റഡ് ടു ദ മെയിൻ സ്പീക്കർ. ആ പ്രസംഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയിലേക്ക് ഓഡിയൻസിന്റെ ശ്രദ്ധ പോകും. കാരണം അയാളെ പരിചയപ്പെടുത്തി കൊടുക്കല്ലേ. അതുകൊണ്ട് ഓഡിയൻസ് എല്ലാം ഇത്തരത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പ്രസംഗം നടക്കുമ്പോൾ ആരെ കുറിച്ചാണോ പറയുന്നത് അയാളെ ശ്രദ്ധിക്കും. ഇനി ദേ ആർ യൂഷ്വലി ഷോർട്ട് ആൻഡ് ബ്രീഫ്. ഇത്തരം പ്രസംഗങ്ങൾ പൊതുവെ ചെറുതായിരിക്കും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പ്രസന്റേഷൻ എന്നുള്ളതാണ്. പ്രസന്റേഷൻ സ്പീച്ച്. Presentation speeches are delivered at award functions where a person presents an award to a person. അതായത് അവാർഡ് വിതരണ ചടങ്ങുകൾ ഉണ്ടാവില്ലേ, അത്തരം ചടങ്ങുകളിൽ ഒരു വ്യക്തി മറ്റൊരാൾക്ക് അവാർഡ് നൽകുകയാണ്. ആ വേദിയിൽ അവാർഡ് വാങ്ങാൻ വരുന്ന ആളുണ്ടാവില്ലേ, ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ അതുപോലെ തന്നെ അവാർഡ് വാങ്ങാൻ വരുന്ന വ്യക്തി, അയാൾക്ക് അവാർഡ് നൽകുന്നതിന് മുൻപ് ജസ്റ്റ് സംസാരിക്കുന്ന 2 വാക്കുകൾ അല്ലെ, ഒരു ഷോർട്ട് പ്രസംഗം. ഇതാണ് പ്രസന്റേഷൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് ടോസ്റ്റ് ആണ്. ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ പ്രശംസിച്ചു പറയാം, പൊക്കി പറയാം, അതാണ് ടോസ്റ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ ബ്രീഫ്ഡ് കമ്മെമ്മറേഷൻ ടു എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ ആൻ ഇവന്റ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇവന്റ്, അതിനെക്കുറിച്ച് ബ്രീഫായിട്ട് കമ്മെമ്മറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാം. കമ്മെമ്മറേഷൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ പറയാം, നല്ലത് പറയാം കേട്ടോ. ഓർമ്മ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് പറയണം. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വ്യക്തി അയാൾ ചെയ്തു തന്നതോ മറ്റോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ ഒരു സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഓർമ്മ പറയാം. ടോൾസ് ആർ ഡെലിവേർഡ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസ് ടു അപ്രിഷിയേറ്റ് പീപ്പിൾ. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ആളുകളെ പുകഴ്ത്തിക്കൊണ്ട്, ആളുകളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്ന സംസാരങ്ങളാണ് എന്ത്, ടോസ്റ്റ് എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് റോസ്റ്റ്. ടോസ്റ്റ് കഴിഞ്ഞാൽ അടുത്തത് റോസ്റ്റ്. എന്താണ് റോസ്റ്റ്? റോസ്റ്റ് ഈസ് എ സ്പീച്ച് ഓഫ് ട്രിബ്യൂട്ട്. ചില ആളുകൾക്ക് ട്രിബ്യൂട്ട്, സമർപ്പണം ഉണ്ടാവുമല്ലോ, ട്രിബ്യൂട്ടാണ് കേട്ടോ. പദം ഓർക്കണം. ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മെമ്മറേഷൻ, അതായത് പ്രശംസയാണ്. ഇതെന്താണ്? ട്രിബ്യൂട്ടാണ് കേട്ടോ. ഓർക്കുക, വാക്ക് ഓർക്കുക. റോസ്റ്റ് ഈസ് എ സ്പീച്ച് ഓഫ് ട്രിബ്യൂട്ട്. അപ്പൊ ഒരാളെ ട്രിബ്യൂട്ട്, ആദരം അർപ്പിച്ചുകൊണ്ട് സംസാരിക്കാം. മാത്രമല്ല അതോടൊപ്പം തന്നെ ആദരവ് ഉണ്ടാവും, റെസ്പെക്റ്റ് ഉണ്ടാവും. അതോടുകൂടെ
ഹ്യൂമറസ് ടീസിങ് ഓൺ ദ പേഴ്സൺ ഹു ഈസ് ബീങ് ഹോണേഡ്. ആ ഏത് വ്യക്തിയെ ആദരിച്ചാണോ നമ്മൾ പറയുന്നത്, ചെറുതായിട്ട് അയാളെ ഒന്ന് ടീസ് ചെയ്യാം. അതായത് ഇൻസൾട്ട് ചെയ്യാന്നല്ല, ഒരു തമാശ രൂപത്തിൽ അയാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. അങ്ങനെ പറയാൻ വളരെ മോശമാക്കാൻ പറ്റില്ല. റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആകെ പൊരിച്ചെടുക്കാൻ പറ്റില്ല. വളരെ മോശമായിട്ടല്ല, അവിടെ ഹോണർ ചെയ്യാം. ഒരു വ്യക്തിയെ ഹോണർ ചെയ്യുമ്പോൾ ആ മര്യാദ കൊടുത്തുകൊണ്ട് പറയാം. ഇനി അടുത്തത് ആക്സെപ്റ്റൻസ് സ്പീച്ചാണ്. ആക്സെപ്റ്റൻസ് സ്പീച്ചസ് ആർ ഡെലിവേർഡ് ആഫ്റ്റർ ആക്സെപ്റ്റിംഗ് ആൻ അവാർഡ് ഓർ പ്രൈസ്. ഞാൻ ഒരു അവാർഡ് വാങ്ങാൻ ഒരു വേദിയിൽ കയറുന്നു. ഞാൻ ആ അവാർഡ് വാങ്ങിയ ശേഷം ഞാൻ സംസാരിക്കാം. അവാർഡ് സ്വീകരിച്ച ശേഷം ഞാൻ നടത്തുന്ന പ്രസംഗം. ഇറ്റ് ഗിവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദ റെസിപ്പിയന്റ് ടു എക്സ്പ്രസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ഹോണർ. അതായത് ഇത് റെസിപ്പിയന്റിന്, അവാർഡ് സ്വീകരിച്ച വ്യക്തിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. എന്തിനുള്ള ഓപ്പർച്യൂണിറ്റി? ടു എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ഹോണർ. നമുക്ക് നൽകിയ ബഹുമതി ഉണ്ടല്ലോ, ബഹുമതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് അവാർഡ് തന്നത്. അപ്പൊ നമുക്ക് ബഹുമതിയുടെ ഭാഗമായി അവാർഡ് തന്നതിനോട് എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളുടെ നന്ദി കാണിക്കാം. അതിനുള്ളൊരു അവസരമാണ് എന്ത്? ആക്സെപ്റ്റൻസ് സ്പീച്ച്. സാധാരണ നമ്മൾ പറയാറൊക്കെ ഉണ്ട് എന്ത്? നൊബേൽ പ്രൈസ് ആക്സെപ്റ്റൻസ് സ്പീച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബംഗാരി മാതായുടെ നൊബേൽ ആക്സെപ്റ്റൻസ് സ്പീച്ച്. അടുത്ത 6ാമത്തെ ടൈപ്പാണ് കമ്മെമ്മൊറേറ്റീവ് സ്പീച്ച്. എന്താണ് കമ്മെമ്മൊറേറ്റീവ് സ്പീച്ച്? കമ്മെമ്മൊറേറ്റീവ് സ്പീച്ചസ് ആർ സ്പീച്ചസ് ഗിവൺ, നടത്തുന്ന ചില പ്രസംഗങ്ങളാണ്. ടു ഹോണർ ആൻഡ് റിമെമ്പർ സംവൺ ഓർ സംതിങ്. ചില ആളുകളെ അല്ലെങ്കിൽ ചില സംഭവങ്ങളെ ഓർമ്മ പുതുക്കുക. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു മരണപ്പെട്ട വ്യക്തിയുടെ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അനുശോചനം നടത്തൂലേ? അപ്പോൾ 2 വാക്ക് അയാളെ കുറിച്ച് സംസാരിക്കൂലേ എല്ലാവരും? അങ്ങനത്തെ സംസാരത്തിനാണ് നമ്മൾ എന്ത് പറയാ? കമ്മെമ്മൊറേറ്റീവ് സ്പീച്ച് എന്ന് പറയുന്നത്. കമ്മെമ്മൊറേറ്റീവ് സ്പീച്ചസ് ആർ സ്പീച്ചസ് ഗിവൺ ടു ഹോണർ. ഇവിടെ നമ്മൾ ഹോണർ ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ആൻഡ് റിമെമ്പർ, ഓർക്കും ചെയ്യും. മരിച്ചുപോയ ആളാണെങ്കിലും ആളെയും റിമെമ്പർ സംവൺ ഓർ സംതിങ്. ദീസ് സ്പീച്ചസ് ആർ ഓഫൺ പ്രസന്റഡ്. ഇത്തരം പ്രസംഗങ്ങൾ മിക്കവാറും നടക്കാറുണ്ട്. എവിടെ? അറ്റ് കോൺഫറൻസിൽ, അതുപോലെ തന്നെ കോൺഫറൻസസ്, കോൺക്ലേവ്സ്, സെമിനാർസ് എക്സെട്ര. അപ്പോൾ കോൺക്ലേവ്സിലും അതുപോലെ തന്നെ കോൺഫറൻസിലും സെമിനാറിലൊക്കെ ഇത്തരം പ്രസംഗങ്ങൾ നടത്താറുണ്ട്. 7ാമത്തേത് ഫെയർവെൽ ആണ്. ഇതെല്ലാവർക്കും അറിയണ്ടായിരിക്കും. ഫെയർവെൽ, സെൻഡ് ഓഫിന് നടത്തുന്ന ഫെയർവെൽ. ഫെയർവെൽ സ്പീച്ച് ഈസ് എ ഫോർമൽ സ്പീച്ച്. ഫെയർവെൽ സ്പീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോർമൽ സ്പീച്ചാണ്. ഗിവൺ ബൈ സംവൺ leaving an institution or an organization or at farewell functions. അപ്പോൾ ഇവിടെ ഫെയർവെൽ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോർമൽ പ്രസംഗമാണ്. ആ പ്രസംഗം നടത്തുന്നത് ഗിവൺ ബൈ സംവൺ ലീവിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്ന വ്യക്തി. നോട്ട് ലീവിങ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനത്തിൽ നിന്നോ ഒരു ഓർഗനൈസേഷനിൽ നിന്നോ പിരിഞ്ഞു പോകുന്ന വ്യക്തി. ആ വ്യക്തി നടത്തുന്ന ഫോർമൽ സ്പീച്ചാണ് ഫെയർവെൽ സ്പീച്ച്. അല്ലെങ്കിൽ അറ്റ് ഫെയർവെൽ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഫെയർവെൽ ഫംഗ്ഷൻ ഉണ്ടാവില്ലേ, ഇത്തരത്തിൽ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ചടങ്ങ്. ആ ചടങ്ങിൽ നടത്തുന്ന പ്രസംഗമാണെന്ത്? ഫെയർവെൽ സ്പീച്ച്. ഇറ്റ് ഈസ് പ്ലാൻഡ് ഗുഡ് ബൈ സ്പീച്ച്. ഇതെന്തായിരിക്കാം? ആ പിരിഞ്ഞു പോകുന്ന വ്യക്തിയുടെ ഒരു ഗുഡ് ബൈ സ്പീച്ച് ആയിരിക്കാം. കാരണം അയാളെ കുറിച്ച് ആദ്യം മറ്റുള്ളവർ സംസാരിക്കും, അതിനുശേഷം ഒരു മറുപടി പ്രസംഗം, അയാൾക്കൊരു ഉപഹാരമൊക്കെ കൊടുക്കും. അത് സ്വീകരിച്ചതിന് ശേഷം അയാൾ എന്ത് ചെയ്യും? സംസാരിക്കും. നോക്കൂ, അടുത്തത് യുലോജി എന്നുള്ളതാണ്. എന്താണ് യുലോജി? യുലോജീസ് ആർ ഡെലിവേർഡ്. യുലോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രസംഗങ്ങൾ, യുലോജികൾ പ്രസംഗിക്കുന്നത് അറ്റ് ഫ്യൂണറൽ,
ശവസംസ്കാര ചടങ്ങിൽ, അതുപോലെ തന്നെ ആൻഡ് മെമ്മോറിയൽ സെറിമണീസ് ടു ഗ്ലോറിഫൈ ദ പേഴ്സൺ ഹൂ ഹാസ് ജസ്റ്റ് പാസ്ഡ് അവേ. മരണപ്പെട്ട വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് ഓർമ്മ പുതുക്കൽ ചടങ്ങിൽ ആ വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്തിട്ട് ആ വ്യക്തിയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നടത്തുന്ന പ്രസംഗം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിറ്റീഷ്യൻസോ മറ്റോ മരിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടികൾ അനുശോചന ചടങ്ങ് നടത്തും. അത്തരം അനുശോചന ചടങ്ങുകളിൽ അല്ലെങ്കിൽ ഫ്യൂണറൽ ശവസംസ്കാര ചടങ്ങിൽ മറ്റോ നടത്തുന്ന പ്രസംഗങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങൾ അയാളെ ഇകഴ്ത്തിയിട്ടല്ല, അയാളെ പുകഴ്ത്തിയിട്ട്, അതാണ് ഗ്ലോറിഫൈ, മഹത്വവൽക്കരിച്ച് നടത്തുന്ന ഇത്തരം പ്രസംഗങ്ങളെയാണ് നമ്മൾ യുലോജി എന്ന് പറയുന്നത്. ഇതോടുകൂടി എന്ത് ചെയ്തു? 8 പ്രസംഗങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തീർക്കാണ്ട്. അടുത്തത് ബെനിഫിറ്റ്സ് ഓഫ് സ്പീക്കിംഗ് ടു ദ മിറർ. സ്പീക്കിംഗ് ടു ദ മിറർ എന്താ? സ്പീക്കിംഗ് ടു ദ മിറർ എന്ന് പറഞ്ഞാൽ പ്രസംഗത്തിൽ നോക്കി മിററിൽ നോക്കി സംസാരിക്കാം. മിററിൽ നോക്കി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഓഡിയൻസിനെ കാണുമ്പോൾ ഭയം ഉണ്ടായിരിക്കും, അല്ലേ? നമുക്ക് ഈ സംസാരിക്കാനുള്ള ഭയം മാറ്റുന്നതിനുള്ള ഒരു ട്രിക്കാണ് എന്ത്? മിററിൽ നോക്കി സംസാരിക്കാം. ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ്സ്, ഇതിൻ്റെ ഗുണങ്ങളാണ്. ഞാൻ ഏതാനും ഗുണങ്ങൾ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു തരാം, നോട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ പരീക്ഷയ്ക്ക് എങ്ങനെയാണോ ചോദിക്കുന്നത്, പാരഗ്രാഫ് ചോദിക്കുകയാണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. കഴിയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. പോയിന്റ്സ് ശ്രദ്ധിച്ചോളൂ, പോയിന്റ് അടിവരയ്ക്കുക, കഴിയുന്ന പോലെ അങ്ങോട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? മിറർ ടെക്നിക് ഹെൽപ്സ് ടു എൻഹാൻസ് അവർ കോൺഫിഡൻസ്. മിറർ ടെക്നിക്ക് നമ്മളുടെ കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കും, ആത്മവിശ്വാസം കൂട്ടാൻ. അതുപോലെ തന്നെ ഡെവലപ്പ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. നമുക്ക് പൊതുവെ മറ്റുള്ളവർക്ക് മുന്നിൽ സംസാരിക്കാൻ ഭയമായിരിക്കും, അത് മാറ്റിയെടുത്ത് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും കോൺഫിഡൻസ് എൻഹാൻസ് ചെയ്യാനും സഹായിക്കും. ഒന്നാമത്തെ പോയിന്റ്. ഇത് ജസ്റ്റ് പോയിന്റ് അല്ല, ഇത് ഡെവലപ്പ് ചെയ്യണ്ട, ഇത് ലൈനായിട്ട് തന്നെ എഴുതിക്കോളൂ. അടുത്തത് പോയിന്റാണ് സെൽഫ് എസ്റ്റീം ആൻഡ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽ സെൽഫ് എസ്റ്റീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ റെസ്പെക്റ്റ് ഇങ്ങനെ തോന്നും. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുക, അപ്പോൾ നമുക്ക് തോന്നും നമ്മളൊരു സംഭവമാണെന്ന്. അതാണ് പറയുന്നത് ഫീൽ സെൽഫ് എസ്റ്റീം. അതുപോലെ തന്നെ ആൻഡ് ബൂസ്റ്റ് മോട്ടിവേഷൻ. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. സെൽഫ് മോട്ടിവേറ്റഡ് അതായത് നമ്മളിൽ മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യും. കാരണം മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ നിഷ്ക്രിയരായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് മിറർ സ്പീക്കിംഗ് ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സെൽഫ് എസ്റ്റീം ഫീൽ ചെയ്യും, രണ്ടാമത്തേത് മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യും. അടുത്ത പോയിന്റ് ബിക്കം പോസിറ്റീവ് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക്. നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ചിന്തകളിൽ നമ്മൾ പോസിറ്റീവ് ആവും, നമുക്കൊരു പോസിറ്റീവ് എനർജി. അതുപോലെ തന്നെ നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിലെല്ലാം നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. ഓപ്റ്റിമിസ്റ്റിക് ആവാന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടാവും. അതായത് നമുക്ക് സ്വയം ഇങ്ങനെ തോന്നും ഒക്കെ സെറ്റാവും, ഒക്കെ ശരിയാവും. ആ ഒരു വിശ്വാസത്തിനാണ് നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പെസിമിസം, പെസിമിസ്റ്റിക്. ഒന്നും ശരിയാവില്ല എന്ന തോന്നൽ, ജീവിതത്തോട് മടുപ്പുണ്ടാവും. അടുത്തത് സ്റ്റാർട്ട് ബിലീവിങ് ഇൻ യുവർ കാപ്പബിലിറ്റീസ് ആൻഡ് ട്രൈങ് ന്യൂ തിങ്സ്. ഇത്തരത്തിൽ നമ്മൾ മിറർ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മളുടെ കാപ്പബിലിറ്റീസ്, നമ്മളുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസങ്ങൾ ഉണ്ടായി തുടങ്ങും. അതുപോലെ തന്നെ ട്രൈങ് ന്യൂ തിങ്സ്, നമ്മളിങ്ങനെ ഇതുവരെ ചെയ്യാത്ത പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ തുടങ്ങും. അടുത്തത് വോണ്ട് ഹാവ് എ സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി. നമ്മളെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മൾ പോരാ എന്ന തോന്നൽ, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോകും, അതില്ലാണ്ടാവും. അടുത്തത് ബിഗിൻ ടു അഡ്മയർ യുവർ സെൽഫ്. നിങ്ങളെ പ്രശംസിക്കാൻ തുടങ്ങും. നമ്മളെ പ്രശംസിക്കണോ? നമ്മൾ നമ്മളെ പ്രശംസിക്കണം. എന്താ കാരണം?
നമ്മളെ പ്രശംസിക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ പ്രശംസിക്കണം. ദെൻ അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഹാവ്. ഇങ്ങനെ മിറർ ടെക്നിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗ്രേറ്റർ ഒപ്പീനിയൻ ഓഫ് യുവർ സെൽഫ്. നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാവും. നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം. ആ നല്ല അഭിപ്രായം ഉണ്ടായാൽ തന്നെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിറർ ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കാനുള്ള കാരണം നിങ്ങൾ എക്സാം എടുത്തു എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ പോയിന്റ്സ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. പോയിന്റ്സ് നോട്ട് ചെയ്യുക, എക്സാമിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിഫൈൻ ദ ഓഡിയൻസ്? കാരണം നമ്മൾ സംസാരിക്കാൻ പോകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ കുറിച്ച് അറിയണം. എന്തെല്ലാം ഘടകങ്ങളാണ് ഓഡിയൻസിനെ നിർവചിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അടിസ്ഥാനമാക്കിയിട്ടാണ് ഓഡിയൻസ് ഇരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഫെമിലിയാരിറ്റി വിത്ത് ദ സബ്ജക്റ്റ്. ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ആ വിഷയം കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് അവർ ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്, ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയും പരിചയവും അതിനനുസരിച്ചായിരിക്കും ഓഡിയൻസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഓഡിയൻസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് എങ്ങനെ ബിഹേവ് ചെയ്യും, ഓഡിയൻസ് എങ്ങനെ ഇരിക്കും, അവർ കേട്ടിരിക്കുമോ, പ്രശ്നം ഉണ്ടാക്കുമോ, ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദെയർ അണ്ടർസ്റ്റാൻഡിങ് ഓർ ഫെമിലിയാരിറ്റി വിത്ത് ദ സബ്ജക്റ്റ്. ആ വിഷയവുമായിട്ടുള്ള അവരുടെ ബന്ധം അല്ലെങ്കിൽ അവരുടെ പരിചയം, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തേത് ദെയർ ടാസ്ക് ഓർ റോള്. രണ്ടാമത്തെ കാര്യം അവരുടെ ടാസ്ക് അല്ലെങ്കിൽ അവരുടെ റോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പ്രസംഗം കേൾക്കാൻ എന്തുകൊണ്ട് വന്നു. ഇപ്പം എൻ്റെ ഈ ക്ലാസ് ഞാൻ ലൈവായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെല്ലാം വളരെ, എൻ്റെ ഓഡിയൻസായ നിങ്ങൾ എങ്ങനെയായിരിക്കും? വളരെ നല്ല ആളുകളായിരിക്കും. ദെൻ വൈ? ടാസ്ക് ഓർ റോളാണ്. നിങ്ങൾ എന്തിനു വന്നു? കാരണം നിങ്ങൾക്ക് ഉദ്ദേശം നിങ്ങൾക്ക് പഠിക്കണം. അപ്പൊ അതന്നെയാണ് ഇവിടെയും പറയുന്നത്, ദെയർ ടാസ്ക് ഓർ റോൾ. അവരെന്തിനാണ് അവർ വന്നിരിക്കുന്നത്? ഈ പ്രസംഗം കേൾക്കാൻ എന്തിനു വന്നു? ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ, അവരുടെ താല്പര്യത്തിനാണോ? ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുക? അവരിത് എന്തെങ്കിലും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനാണോ അവർ വന്നതിൻ്റെ ഉദ്ദേശം? അവരുടെ ടാസ്ക് അല്ലെങ്കിൽ റോള്, ടാസ്ക് എന്ന് പറഞ്ഞാൽ ജോലി, അവരെന്തിനു വന്നു? അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഇരുത്തം അല്ലെങ്കിൽ അവരുടെ പ്രകൃതം. മൂന്നാമത്തേത് ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദ ഓർഗനൈസേഷൻ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദ ഓർഗനൈസേഷൻ, അതായത് ഈ പ്രസംഗം സംഘടിപ്പിച്ചിരിക്കുന്ന സ്ഥാപനം അല്ലെങ്കിൽ അവരെ ഈ പ്രസംഗം കേൾക്കാൻ പറഞ്ഞയച്ചിരിക്കുന്ന സ്ഥാപനം, ആ സ്ഥാപനവുമായിട്ടുള്ള അവരുടെ ബന്ധം. കാരണം ഈ പ്രസംഗം ആരാണ്? ഇപ്പോൾ എക്സാമ്പിൾ നടത്തും, വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുകയാണ്. ആ പ്രസംഗം നടത്തുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് വെക്കാം. അവിടെ കൂടിയിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ആൾക്കാർ പ്രസംഗം ശ്രദ്ധിക്കോ, അവർ പ്രശ്നം ഉണ്ടാക്കും. അതാണ് പറയുന്നത് പൊസിഷൻ റിലേറ്റീവ് ടു ദ ഓർഗനൈസേഷൻ. ഏത് സംഘടനയാണോ പ്രസംഗം കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ അവരെ അതിലേക്ക് പറഞ്ഞയച്ചത്, ആ ഓർഗനൈസേഷനുമായിട്ടുള്ള അവരുടെ ബന്ധം എന്ത് ബന്ധമാണ്? കാരണം അതുമായിട്ട് നല്ല നിലക്കാണെങ്കിൽ അവർ നല്ല നിലയ്ക്ക് സഹകരിക്കും സ്പീക്കറുമായിട്ട്. അടുത്തത് ദെയർ പൊസിഷൻ റിലേറ്റീവ് ടു ദ സ്പീക്കർ. സംസാരിക്കുന്ന സ്പീക്കറുമായിട്ടുള്ള ബന്ധം, സംസാരിക്കുന്ന ആള്. ഇപ്പം ഞാൻ സംസാരിക്കുകയാണെന്ന് വെക്കാം, എൻ്റെ സംസാരം കേൾക്കുന്ന ആളുകൾ, എന്നെ ഇഷ്ടമുള്ള ആളുകൾ, ഞാനുമായിട്ട് നല്ല നിലയ്ക്കുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകളാണെങ്കിൽ അവരെന്തായിരിക്കും? നല്ല രീതിയിൽ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് 4 പോയിന്റുകൾ, ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുന്ന 4 ഫാക്ടേഴ്സ്. ഒന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, ഫെമിലിയാരിറ്റി.
രണ്ടാമത്തേത് ടാസ്ക് റോള്, മൂന്നാമത്തേത് ഓർഗനൈസേഷനുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെയാണ്, സംസാരിക്കുന്ന ആളുമായിട്ടുള്ള അവരുടെ ബന്ധം എങ്ങനെയാണ്. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇപ്പൊ നമ്മളിവിടെ മനസ്സിലായി ഓഡിയൻസ് ഒരുപോലെ അല്ല, അത് മനസ്സിലാക്കിയല്ലോ. ഓഡിയൻസ് ഒരുപോലെ അല്ല, ഓഡിയൻസ് പലതരത്തിലായിരിക്കും. ചെറിയൊരു എക്സാമ്പിൾ, ഒരു ക്ലാസ്സിൽ 40 കുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ 40 കുട്ടികളും ഒരുപോലെ അല്ല ഇരിക്കാം, പല തരത്തിലായിരിക്കും ഇരിക്കാം, സംശയമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഇത് എന്തിനനുസരിച്ചിട്ടാണ്, ഓരോരുത്തരുടെയും സ്വഭാവമാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ദ ഓഡിയൻസ്, ഓഡിയൻസിന്റെ സ്വഭാവം അനുസരിച്ചിട്ട്, ഓഡിയൻസിന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഓഡിയൻസിനെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു. പഠിക്കണം കേട്ടോ. ഓഡിയൻസിന്റെ നേച്ചർ, പ്രകൃതം അനുസരിച്ചിട്ട് എത്രയായി തരംതിരിച്ചിട്ടുണ്ട്. എത്ര തരം ഓഡിയൻസ് ഉണ്ട്? സിമ്പിൾ, 4 തരം. നോക്കൂ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി ഓഡിയൻസ് they can be classified into 4 types. They are 4 ടൈപ്പ് ഉണ്ട്. ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൈൽ ഓഡിയൻസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിലെ കുട്ടികൾ, അതായത് ഓൺലൈൻ അല്ല പറഞ്ഞത്, ഓഫ്ലൈൻ ക്ലാസ്സിൽ, അതായത് +1 അല്ലെങ്കിൽ 8 9 10 പോയി കഴിഞ്ഞുള്ള അവസ്ഥ, അതാണ് അവരെ ഓർത്താൽ മതി. എന്ത്? ഹോസ്റ്റൈൽ ഓഡിയൻസ്. ഹോസ്റ്റൈൽ, ചെല്ലുന്ന സാറിനെ അവർ ശത്രുവായിട്ട് കാണും, ശത്രുതാ മനോഭാവം. ദാറ്റ് ഈസ് ഹോസ്റ്റൈൽ, ഹോസ്റ്റിലിറ്റി, ശത്രുത. നോക്കൂ, ഹോസ്റ്റൈൽ ഓഡിയൻസ് എന്താ ഇവരെ പ്രത്യേകത? ഡു നോട്ട് ലൈക്ക്, ഇവർക്ക് ഇഷ്ടമല്ല. ലിസണിങ് ടു ദ സ്പീക്കർ, സ്പീക്കർ നിന്ന് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് കേൾക്കാൻ ഇവർക്ക് ഒട്ടും താല്പര്യമല്ല. ദിസ് കുഡ് ബി ഡ്യൂ ടു മെനി റീസൺസ്, പല കാരണങ്ങൾ ഉണ്ടായിരിക്കും ഇതിന്. പല കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഫ്രം ഡിസ്ഇൻട്രസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ, അതായത് സ്കൂളിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ മറ്റോ പഠിക്കുകയാണെങ്കിൽ ആ സ്ഥാപനത്തോടുള്ള ഇഷ്ടമില്ലായ്മ ആവാം. അപ്പൊ എന്താ പറയുന്നത്? കാരണം എന്താവാം? ഡിസ്ഇൻട്രസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണെങ്കിൽ അതിനോടുള്ള താല്പര്യമില്ലായ്മ കാരണം സംസാരിക്കുന്ന ആളെ ശ്രദ്ധിക്കാതിരിക്കാം. അല്ലെങ്കിൽ അടുത്തത്, വിഷ് ടു ഗെറ്റ് ഹോം ആൻഡ് വാച്ച് ദെയർ ഫേവറേറ്റ് TV പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വേണം എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം, TV കാണണം, ഈ ചിന്തയിക്കാരം. അപ്പൊ ഈ ചിന്ത കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളോടും ആ പ്രസംഗിക്കുന്ന ആളെ ഏർപ്പെടുത്തിയ ഓർഗനൈസേഷനോടുമുള്ള എതിർപ്പ്, ഇഷ്ടമില്ലായ്മ, ഇങ്ങനെ പല, ഒരു എക്സാമ്പിൾ പറഞ്ഞതാ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സംസാരിക്കുന്നവനോട് ശത്രുതാ മനോഭാവത്തോടു കൂടി ഇരിക്കുന്ന ഓഡിയൻസ്, എന്ത് പറഞ്ഞാലും ശരി ഞങ്ങൾ ശ്രദ്ധിക്കൂല എന്നുള്ള മനോഭാവം, ഇവരെയാണ് നമ്മൾ ഹോസ്റ്റൈൽ ഓഡിയൻസ് എന്ന് പറയാം. ഇത്തരം ഓഡിയൻസ് ആണെങ്കിൽ സംസാരിക്കുന്ന ആള് ചില ട്രിക്കൊക്കെ പ്രയോഗിക്കേണ്ടി വരും. സംസാരിക്കുന്നവര് ചില കഥകൾ പറയുക, ചില ചോദ്യങ്ങൾ ചോദിക്കുക, വളരെ നർമ്മരൂപത്തിൽ കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ ഓഡിയൻസ് ആണ്. ക്രിട്ടിക്കൽ ഓഡിയൻസ്, ഇവരും വലിയ പ്രശ്നമാണ്. ഇവർ വരുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാനാവില്ല, നമ്മളെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി വരും. ഇവരുടെ ഉദ്ദേശം ഇയാൾ എന്ത് സംസാരിക്കുന്നു, എന്ത് പറയുന്നു എന്നല്ല. ഇവർ നാക്കിൻ തുമ്പിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. നാവിന്ന് എന്തെങ്കിലും അബദ്ധം വരുന്നുണ്ടോ അത് കണ്ടെത്തുക. ഇവരെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയാം. അപ്പൊ നോക്കൂ, ക്രിട്ടിക്കൽ ഓഡിയൻസ് ക്യാൻ ബി സീൻ. ഇത്തരം ഓഡിയൻസിനെ നമുക്ക് കാണാൻ കഴിയും എവിടെയെന്നറിയോ? അറ്റ് ടെക്നിക്കൽ കോൺഫറൻസസ് ഓർ മീറ്റിംഗ്സ്. എന്തെങ്കിലും മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ചില കോൺഫറൻസുകൾ നടക്കുമ്പോൾ അവിടെ നടക്കുന്നതിൽ കുറ്റം കണ്ടെത്താൻ വരുന്ന ആൾക്കാർ, ഇവരാണ് ക്രിട്ടിക്കൽ ഓഡിയൻസ്. ദേ ബിക്കം ക്രിട്ടിക്കൽ. ഇവര് ക്രിട്ടിക്കൽ ആയിരിക്കും. ക്രിട്ടിക്കൽ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനം പറയാം, കുറ്റമുണ്ടോ എന്ന് ഇങ്ങനെ നോക്കുക. എന്താണ് അതിന്റെ കാരണം? ബിക്കോസ് ദേ കുഡ് ബി കീൻ ഓൺ പ്രൂവിങ് ഓർ എക്സ്പോസിങ് മിസ്റ്റേക്സ്. മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് കണ്ടെത്തുക,
മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് കണ്ടെത്തുക, അല്ലെങ്കിൽ അവർക്ക് മിസ്റ്റേക്ക് പറ്റി എന്നുള്ളത് തെളിയിക്കുക. അതിനു വേണ്ടിയിട്ട് ഇവർ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. ഇവർ വന്നിട്ട് ഇവർ പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പറയുന്ന ആളുടെ മുഖത്തേക്ക് ഇവർ നോക്കിയിരിക്കും. വുഡ് ബി കീൻ. ഇവർ വളരെ കീനായിരിക്കും, വളരെ അറ്റൻറ്റീവ് ആയിരിക്കും, വളരെ സൂക്ഷ്മതയോടെ നോക്കിയിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ? നാവിന്ന് വല്ല അബദ്ധവും വരുന്നുണ്ടോ, പ്രൂവിങ് ഓർ എക്സ്പോസിങ് മിസ്റ്റേക്സ് തുറന്നു കാണിക്കണം. ഇവരുടെ ഉദ്ദേശം അതാണ്. നിങ്ങൾക്ക് ഇന്ന തെറ്റ് പറ്റിട്ടോ, ആ പ്രസംഗങ്ങൾ അവസാനിച്ച് കഴിഞ്ഞിറങ്ങുമ്പോൾ ഇവരോട് ചൊല്ലും ആ പറഞ്ഞത് തെറ്റാണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. ഇവരെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ഓഡിയൻസ് എന്ന് പറയാം. ഇനി അടുത്തത് അൺഇൻഫോംഡ് ഓഡിയൻസ്. ഈ അൺഇൻഫോംഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്നറിയോ? ദിസ് ഈസ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. ഇവര് വളരെ കോമൺ ആയിട്ടുള്ള ടൈപ്പാണ്. ഇവർ കേൾക്കാൻ വന്നിട്ടുണ്ടാവും, പക്ഷെ ഇവർ എന്താ നടക്കുന്നത്, എന്താ കാര്യം എന്നൊന്നും ഉണ്ടാവില്ല. അതായത് ഇവർ പ്രോഗ്രാമിനും പ്രസംഗത്തിനും മറ്റും വരും. എന്തിൻ്റെ പ്രസംഗമാണ്, ആരാണ് പ്രസംഗിക്കുന്നത്, എന്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നു, എന്തിനു വേണ്ടി പ്രസംഗം സംഘടിപ്പിച്ചു, ഒരു വിവരം ഉണ്ടാവില്ല. ഇത്തരം ഓഡിയൻസ് ഇവരാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഓഡിയൻസ്. എന്താ ഇവരുടെ പ്രത്യേകത? who are not so informed about the presentation topic. അന്ന് അവിടെ പ്രസന്റ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ടാവില്ല. അവ തെറ്റാരുടേതാണ്? സംഘടിപ്പിച്ച ആളുകളായിരിക്കണം അല്ലെ? അവർ പറയണ്ടേ എന്തായിക്കോട്ടെ, എന്ത് വിഷയമാണ് അവിടെ സംസാരിക്കുന്നതെന്ന് അറിയാതെ അത് കേൾക്കാൻ വേണ്ടി വരുന്ന വലിയൊരു വിഭാഗം ആളുകൾ, അവരാണ് അൺഇൻഫോംഡ് ഓഡിയൻസ്. നാലാമത്തെ വിഭാഗമാണ് സിമ്പതറ്റിക് ഓഡിയൻസ്. ഇവരാണ് നമുക്ക് വേണ്ടത്. സിമ്പതറ്റിക് ഓഡിയൻസ്. നിങ്ങളൊക്കെ എൻ്റെ സിമ്പതറ്റിക് ഓഡിയൻസ് ആവണം, എന്നോട് സ്നേഹമുള്ളവർ. അതാണ് സിമ്പതറ്റിക് ഓഡിയൻസ്. നോക്കൂ, ദിസ് ഓഡിയൻസ് ഈസ് വെരി പോസിറ്റീവ് ടു ദ സ്പീക്കർ. ഇവർ സംസാരിക്കുന്നവരോട് വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇവരുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല. നോക്കൂ, ദിസ് ഓഡിയൻസ് ഈസ് വെരി പോസിറ്റീവ് ടു ദ സ്പീക്കർ ഇൻ റെസ്പോൺസ്. ഇവരുടെ പ്രതികരണത്തിൽ ഇവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിരിക്കും. ഏതുപോലെ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നിങ്ങൾ എനിക്ക് റിപ്ലൈ തരുന്ന പോലെ, അല്ലെ? നിങ്ങൾ എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്ലൈ തരുന്നു. അപ്പൊ അതുപോലുള്ള ഓഡിയൻസ്, ആസ് ദേ ലിസൺ ആൻഡ് എൻജോയ് ദ പ്രസൻസ് വിത്ത് ദ സ്പീക്കർ. മാത്രമല്ല, ആ സ്പീക്കറുടെ കൂടെ ചെലവഴിക്കുന്ന സമയം, ആ ഒരു പ്രസൻസ് അവർ ശ്രദ്ധിക്കും ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു. ആ സമയം എന്താണ് സ്പീക്കർ പറയുന്നത് അത് അവർ ലിസൺ കേൾക്കുന്നു, ആൻഡ് എൻജോയ് ആസ്വദിക്കുന്നു. ദ പ്രസൻസ് വിത്ത് ദ സ്പീക്കർ, സ്പീക്കറുടെ കൂടെ ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ സ്പീക്കറുടെ സാന്നിധ്യം അതവർ ശരിക്കും ഉപയോഗപ്പെടുത്തും. ദേ ആർ ഇൻട്രസ്റ്റഡ്, അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇൻ ദ ടോപ്പിക്, എന്ത് ടോപ്പിക്കാണോ സംസാരിക്കുന്നത് അതിന് താല്പര്യം ഉണ്ടായിരിക്കും. ടോക്ക്, ആ സംസാരത്തിന് താല്പര്യം ഉണ്ടായിരിക്കും. അതിലെല്ലാം ഉപരി ഡെവലപ്പിംഗ് ആൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വിത്ത് ദ സ്പീക്കർ, ആ സ്പീക്കറുമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, വൈകാരിക ബന്ധം, ഒരു സ്നേഹബന്ധം, അത്തരം ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും അല്ലെ, എൻ്റെ വാക്ക് കേൾക്കുന്ന, ക്ലാസ് കേൾക്കുന്ന എൻ്റെ സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും എൻ്റെ സിമ്പതറ്റിക് ഓഡിയൻസ് ആയിട്ട് മാറണം. കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം വേണം. അതുപോലെ തന്നെ എൻ്റെ ടോപ്പിക്കും എൻ്റെ ടോക്കും അതിലുപരി ഞാനുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഒരു സ്നേഹബന്ധം, അല്ലെ ഒരു വൈകാരിക ബന്ധം സ്പീക്കറുമായിട്ട് നമ്മളെ മനസ്സിൽ വേണം. അവരെയാണ് നമ്മൾ സിമ്പതറ്റിക് ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് 4 തരം ഓഡിയൻസിനെ പരിചയപ്പെടുത്തി തന്നു. ആദ്യത്തേത് ഹോസ്റ്റൈൽ, പിന്നെ ക്രിട്ടിക്കല്, പിന്നെ അൺഇൻഫോംഡ്, സിമ്പതറ്റിക്. ഒരു ചോദ്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂണിറ്റ് കഴിഞ്ഞു. അതായത് ഇതാണ് ചോദ്യം, ഇൻഹിബിഷൻസ്. എല്ലാവർക്കും ഉള്ള പ്രശ്നമാണിത്, ഇൻഹിബിഷൻസ്. അതായത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മടി. കാരണം ഇത് പല കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചെയ്താൽ ശരിയാവൂലേ, പറഞ്ഞാൽ തെറ്റിപ്പോവോ, ഇത്തരം ഇൻഹിബിഷൻസ് നമ്മളെ പിറകിലോട്ട് വലിക്കുന്നത്. ഹൗ ടു ഓവർകം ഇൻഹിബിഷൻസ് വൈൽ അഡ്രസ്സിംഗ് ദ പബ്ലിക്.
പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, പൊതുജനത്തോട് സംസാരിക്കുമ്പോൾ അതിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും? അപ്പോൾ ഇത് ഞാൻ പോയിന്റ്സ് ആണ് പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളിൽ എനിക്കുള്ള കോൺഫിഡൻസ്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ. പോയിന്റ്സ് ഞാൻ 6 പോയിന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അത് പറയുന്നതോടുകൂടി ചാപ്റ്റർ കഴിയും ചെയ്യും, ക്ലാസ് ഞാൻ നിർത്തുകയും ചെയ്യും കേട്ടോ. ചോദ്യം ഇതാണ്: ഹൗ ടു ഓവർകം ഇൻഹിബിഷൻസ് വൈൽ അഡ്രസ്സിംഗ് ദ പബ്ലിക്. These are the steps that will enable one to overcome inhibitions while speaking. സംസാരിക്കുമ്പോഴുള്ള ഇൻഹിബിഷൻസ്, മടി, അതിനെ തരണം ചെയ്യാൻ, ഓവർകം ചെയ്യാൻ താഴെ പറയുന്ന സ്റ്റെപ്സ് നമുക്ക് ഉപയോഗിക്കാം. 5 സ്റ്റെപ്പ് ഉണ്ട്. 1, ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ. ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ, ഇതാണ് 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും എല്ലായ്പ്പോഴും അഭിപ്രായം പറയാം. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, പറയേണ്ട സ്ഥലമാണോ ഇതിന് എല്ലായ്പ്പോഴും ഓൾവേസ് പ്രൊവൈഡ് യുവർ ഒപ്പീനിയൻ. ഒരു എക്സ്പ്ലനേഷൻ എടുത്ത ആളെ എന്താന്ന് വെച്ചാൽ എൻഷുർ യുവർ ഇൻവോൾവ്മെന്റ്, അത് ഉറപ്പിച്ചിട്ടേ പറയാവൂ. കാരണം നമുക്ക് അവിടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ, വോയിസ് ഉണ്ടോ നോക്കണം. നമുക്ക് വോയിസ് ഇല്ലാന്ന് വെക്കാം. അപ്പൊ നമ്മളെ ഇൻവോൾവ്മെന്റ്, അപ്പൊ എന്താ പറഞ്ഞത്, നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പിക്കണം. എൻഷുർ യുവർ ഇൻവോൾവ്മെന്റ് ഇൻ ദ പ്രോഗ്രാം. നമ്മളൊരു പ്രോഗ്രാമിനോ ഒരു പാർട്ടിക്കോ എവിടെ ചെല്ലുകയാണെങ്കിലും നമ്മളുടെ ഇൻവോൾവ്മെന്റ് എൻഷുർ ചെയ്യണം. എൻഷുർ ചെയ്യാത്തടത്ത് നമ്മൾ പോവരുത്, വിളിക്കാത്തടത്ത് പോവരുത്. അപ്പൊ വിളിച്ചിട്ട് ചെല്ലുക, വിളിച്ചിട്ട് ചെന്നാൽ നമുക്ക് നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ അഭിപ്രായം പറയാം, മനസ്സിലുള്ളത് തുറന്നു പറയാം. മനസ്സിലുള്ളത് തുറന്നു പറയാ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പറയേണ്ടടുത്ത്, അല്ലാത്തടത്ത് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അടിയും കിട്ടും. ചിലർ നമ്മളോട് ചോദിക്കും, എന്ത്, ഇയാളോട് ആരെ അഭിപ്രായം ചോദിച്ചത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഇൻവോൾവ്മെന്റ് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉറപ്പിക്കേണ്ടത്? നമുക്ക് അവിടെ പറയാനുള്ള അധികാരമുണ്ട്. നമ്മുടെ വീട്ടിൽ പറയാം, അല്ലേ? അപ്പൊ അതുപോലെ ഒന്നാമത്തെ കാര്യം അതാണ്, അഭിപ്രായം തുറന്നു പറയാം. മുൻപ് ശ്രദ്ധിക്കണം, പറയുന്നിടത്ത് നമുക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ടോ നോക്കണം കേട്ടോ, ഇല്ലാത്തടത്തേക്ക് പോവരുത്. രണ്ടാമത്തെ പോയിന്റ്, ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ മിസ്റ്റേക്സ്. അതായത് തെറ്റ് പറ്റാത്തവരാരുമില്ല. മനുഷ്യന്മാർക്കെല്ലാം തെറ്റ് പറ്റും, ഷുവറാണ്. എന്നാൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തിരുത്തണം. പക്ഷെ എന്ത് ചെയ്യരുത്? ഡോണ്ട് ബ്രൂഡ് ഓവർ, അതെന്നെ ചിന്തിച്ചിരിക്കാം. യുവർ മിസ്റ്റേക്സ് എന്തെന്നെ ചിന്തിക്കുക, നിങ്ങളുടെ അബദ്ധത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുക, അത് ചെയ്യരുത്. കണ്ടോ, ബ്രൂഡ് ഓവർ എന്ന് പറഞ്ഞാൽ അടയിരിക്കാം, വേറെ ഒന്നുമില്ല. അവർ ഒറ്റ ചിന്തയിലിരിക്കുക. അതാണ് പറഞ്ഞത്, ഡോണ്ട് ബ്രൂഡ് ഓവർ യുവർ മിസ്റ്റേക്സ്. അബദ്ധം പറ്റി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അബദ്ധം പറ്റാതിരിക്കാനാണ്. എപ്പോഴെങ്കിലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു സോറി പറയാം, അതവിടെ തീർന്നു. അതല്ലാതെ അതും ചിന്തിച്ചങ്ങനെ ഇരിക്കുക, അത് ചെയ്യരുത്. ലെറ്റ് തിങ്സ് ഗോ, കാര്യങ്ങൾ വിട്ടുകളയാം. കാര്യങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ മനസ്സിൽ നിന്ന് എന്ത് ചെയ്യാം, ലെറ്റ് തിങ്സ് ഗോ, അത്തരം കാര്യങ്ങൾ പോവട്ടെ, വിട്ടുകളാം, അത് ആലോചിച്ചിരിക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി ടു പ്രസന്റ് സംതിങ്. എന്തെങ്കിലും ചെയ്യാൻ, എന്തെങ്കിലും പറയാൻ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി, കിട്ടുന്ന ഏതൊരു അവസരവും ഉപയോഗപ്പെടുത്താം. ഇത് നമ്മൾ മനസ്സിലാക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. സ്കൂളിലും മറ്റും പഠിക്കുന്ന സമയത്ത് സെൻഡ് ഓഫിനോ മറ്റോ എന്തിനു വിളിച്ചാലും നമ്മൾ ചെല്ലൂല, അല്ലേ? നമ്മൾ എന്ത് ചെയ്യില്ല എന്ന് വെച്ചാൽ എവിടെ നമ്മൾ സംസാരിക്കൂല, നമ്മൾ സംസാരിക്കാൻ തീരെ പ്രാക്ടീസ് ചെയ്യില്ല. അങ്ങനെ വലുതായി കഴിഞ്ഞാൽ ഒരു 4 ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാം. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് ശ്രദ്ധിക്കേണ്ട പ്രായം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ. അതുകൊണ്ട് ഗ്രാബ് എവറി ഓപ്പർച്യൂണിറ്റി, എവിടെ അഭിപ്രായം പറയാൻ, എവിടെ സംസാരിക്കാം, നാട്ടിൽ എവിടെ ആയിക്കോട്ടെ, സംസാരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്ത്, കൃത്യമായ കാര്യങ്ങൾ പറയണം. ഒരിക്കലും വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് എന്താവരുത്, നമ്മൾ മറ്റുള്ളവർക്കിടയിൽ വിഡ്ഢിയായി മാറരുത്.
നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അറിയുന്ന കാര്യത്തെ നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാം. എന്തിനെ കുറിച്ചാണോ എന്താണോ അത് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്കരുത്. കിട്ടുന്ന അവസരം മാക്സിമം ഗ്രാബ് ചെയ്യണം, പിടിച്ചെടുക്കണം. 4. ഫോം നെറ്റ്വർക്ക് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. നമ്മളെപ്പോലുള്ള നല്ല മനസ്സുള്ള ആളുകൾ, അത്തരം ആളുകളുമായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നമ്മൾ മനസ്സിലാക്കുക, നമ്മളെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുറവുകൾ പറഞ്ഞു തരിക, അതുപോലെ തന്നെ നമ്മളിലെ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാം. ഈ മൈൻഡുള്ള ആൾക്കാരുണ്ടാവും. ഇത്തരം ആളുകളുമായിട്ടൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാം. എന്നിട്ട് അത്തരം ആളുകൾക്കിടയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കും. ചില ആളുകൾ നമ്മളെ ഫൂളാവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കും. നന്നാവുന്നുണ്ട്, ചെയ്തോ എന്ന് പറയും. പക്ഷേ അവര് ഉദ്ദേശിക്കുന്നത് നമ്മളിലൂടെ എന്തു ചെയ്യാം, നമ്മളെ വിഡ്ഢിയാക്കിയിട്ട് അവർ സന്തോഷിക്കാം. അത്തരം മനോഭാവമുള്ള ആളുകളെ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്യേണ്ടത് ഫോം നെറ്റ്വർക്ക് ഓഫ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. നമ്മളെപ്പോലുള്ള മനസ്സുള്ള, നല്ല ചിന്താഗതിയുള്ള, നല്ല ചിന്തയുള്ള ആളുകളുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യാം. ലാസ്റ്റ് വൺ, ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ. എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുക. നമ്മൾ കംഫോർട്ട് സോണിൽ ഇരുന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കംഫോർട്ട് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്ന ആളുകൾ, നമുക്ക് സെക്യൂരിറ്റി തോന്നുന്ന മേഖല, അതാണ് കംഫോർട്ട് സോണ്. ആ സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ ചെയ്തു തരാം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ആ സോണിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. അതിന് നമ്മൾ ശീലിക്കാം. അത് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വളർച്ച ഉണ്ടാവും. എന്നും നമ്മൾ കംഫോർട്ട് സോണിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വളർച്ച മുന്നോട്ടാവില്ല, പിന്നോട്ടായി കാരണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഈ കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങാന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് അങ്ങോട്ട് മാറുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, മാറുകയാണെങ്കിലും നമ്മളത് തരണം ചെയ്യും. നമ്മൾ കഴിവ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ഔട്ട് ദ കംഫോർട്ട് സോൺ. കംഫോർട്ട് സോണിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നും അച്ഛൻ്റെ, ഭർത്താവിൻ്റെ, സഹോദരൻ്റെ അവരുടെ മാത്രം ഒരു പ്രൊട്ടക്ഷനിൽ നമ്മളായിട്ടൊന്നും ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നിഷ്ക്രിയരായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ എന്നും കംഫോർട്ട് സോണിൽ ഒതുങ്ങി നിൽക്കരുത്. ഇപ്പം ഞാൻ ഒരിക്കലും ഈ പറഞ്ഞതിൽ നിന്നും പെൺകുട്ടികൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത്. സാറ് പറഞ്ഞു എന്ത്, അച്ഛനെ ധിക്കരിക്കണം, ഹസ്ബൻഡിനെ ധിക്കരിക്കണം, ബ്രദേഴ്സിനെ ധിക്കരിക്കണം, ഇങ്ങനെയല്ല പറഞ്ഞത്. നല്ല കാര്യങ്ങൾക്ക് നല്ലത് പറയുമ്പോൾ, നല്ല ചിന്തയിൽ, നല്ല കാര്യങ്ങളിൽ എന്ത് ചെയ്യണം, കംഫോർട്ട് സോണിൽ നിന്നും പുറത്തിറങ്ങണം. അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, കംഫോർട്ട് സോണിൽ തന്നെ. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എല്ലാവരും കേട്ടോ. അതായത് നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കരുത്. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്യാണ്, മൂന്നാമത്തെ ബ്ലോക്കിലെ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒന്നാമത്തെ യൂണിറ്റ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ സാധാരണ പറയുന്ന പോലെ പറയാണ്, നിങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.